എന്നെ സംബന്ധിച്ച് ഇവരെല്ലാവരും വലിയ ആൾക്കാരും വലിയ പ്രൊഫൈലുള്ളവരും ഇവരൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ചെറിയ മനസ്സുകളുടെ ഉടമയല്ല. അവർക്കെല്ലാം മതമുണ്ട്, അവർക്കെല്ലാം വിശ്വാസമുണ്ട്, അവരവരുടെ വിശ്വാസങ്ങളിൽ നിൽക്കുന്നു. അവർ ആ വിശ്വാസം കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രഖ്യാപിത കോൺഗ്രസ്സുകാരനല്ലേ? ആൻഡോ ജോസഫ് എന്ന് പറയുന്ന ആള് പ്രഖ്യാപിത കോൺഗ്രസ്സുകാരനല്ലേ? എങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നത്? എങ്ങനെ നടക്കാൻ പറ്റും? ഇതിനെ ലൈറ്ററായിട്ട് എടുത്താൽ നടക്കാൻ പറ്റും. ഇതൊക്കെ വേറെ വേറെ ഫോൾഡറാണ്. കുറച്ചുകൂടെ വിശാല മനസ്സുള്ള, നല്ലോണം സംസാരിക്കാറുണ്ട്, കുറച്ചുകൂടെ വിശാല മനസ്സുള്ള, കുറച്ചുകൂടെ നമ്മുടെ ഒരു ചെറിയ ജീവിതമാണെന്നും അവിടെ ഒരാൾ ഇന്നതാണെന്നും പറഞ്ഞ് വെറുക്കപ്പെട്ടിരിക്കാൻ സമയമില്ലെന്നും ഒക്കെ ഉള്ള ബോധ്യം പ്രസംഗത്തിലല്ല, പ്രവൃത്തിയിലുള്ളവന് അങ്ങനെ ചെയ്യാൻ പറ്റും. അവരൊക്കെ ആരാണ്? നമ്മൾ ഈ സംസാരിക്കുന്ന ആളുകളുടെ ജീവിത എക്സ്പീരിയൻസ് എത്രയാണ്, അവർ കണ്ടത് എത്ര ആൾക്കാരാണ്, അവർ ഇന്ത്യ മുഴുവൻ അറിയുന്ന അത്തരത്തിലുള്ള ആൾക്കാരല്ലേ. അവരിപ്പോൾ ഞാനും നീയും കൂടെ പറയുന്ന പോലെയോ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും പറയുന്ന പോലെയൊന്നും അല്ല പല വിഷയങ്ങളെയും സമീപിക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം. ഞങ്ങള് ആഗ്രഹിക്കുന്ന ഗസ്റ്റുകളിൽ ഒരാളാണ് മമ്മൂട്ടി. ആളോട് നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പലരും അടുത്തുള്ള ആളുകളോടൊക്കെ ചോദിക്കുന്നത്. മമ്മൂട്ടിക്കാണോ മോഹൻലാലിനാണോ കൂടുതൽ ഹ്യൂമർ സെൻസ്? ഹ്യൂമർ സെൻസ് എനിക്ക് രണ്ടുപേരുടെയും കൂടെ നിൽക്കാനായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ ഹ്യൂമർ സെൻസിനൊരു പ്രത്യേകത, അത് പറയേണ്ട ചുറ്റുപാടുകൾ ആർക്കെടുത്താണ് കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. അതിനുള്ള ചുറ്റുപാടുകൾ എനിക്ക് ഭയങ്കര ഹ്യൂമർ സെൻസ് ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ടൊരു ഗൗരവമുള്ള സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ എനിക്കിത് പറയാൻ പറ്റിക്കൊള്ളണം എന്നുള്ളതില്ല, ഉണ്ടല്ലോ. അപ്പോൾ സെൻസൊക്കെ രണ്ടുപേർക്കും ഉണ്ട്, രണ്ടുപേർക്കും അതിനുള്ള സെൻസ് ഉണ്ട്. പക്ഷെ മമ്മൂക്കയുടെ അടുത്ത് വരുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഒരു ഗൗരവമുള്ള വിഷയം സംസാരിക്കുകയും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ഗൗരവമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഹ്യൂമർ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാനോ അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ കംഫർട്ടുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ അദ്ദേഹവും നർമ്മം പറയും. പക്ഷെ ലാലേട്ടൻ്റെ അടുത്ത് വരുന്ന ഒരാൾ വരുമ്പോൾ തന്നെ അത്തരത്തിലാണ് വരുന്നതും പെരുമാറുന്ന ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഹ്യൂമർ പറയാനും ഇടപെടാനും തിരിച്ച് കൗണ്ടടിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ പറ്റും. ഗാനഗന്ധർവൻ അതിൽ കുറെയൊക്കെ വ്യക്തിപരമായ അനുഭവങ്ങളും ഇല്ല, കാര്യമായിട്ടില്ല. അതിൽ വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് അത് ആളുകൾ ഗാനമേള വേദികളിൽ നടക്കുന്ന തമാശയും ഗാനമേളക്കാരുടെ ജീവിതകഥയുമാണ് എന്നൊക്കെയാണ് ബേസിക്കലി വിചാരിക്കുന്നത്. അതിൻ്റെ ബേസ് ഒറ്റ വരി അതല്ല. നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾക്ക് കുറേ നിയമപരിരക്ഷകളുണ്ട്. ഇത് ഒരുപാട് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലൊരു ഇങ്ങനെയൊക്കെ ചോദിക്കുമോ എന്ന് ചോദിക്കുന്നൊരു സീൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഒരു വക്കീൽ ജഡ്ജിനോട് ചോദിക്കുന്നുണ്ട്, സാറേ ഇവിടെ വാദിക്കാൻ വരുന്ന എന്നെ സാർ അർത്ഥം വെച്ച് നോക്കാറുണ്ടെന്നും മോശം കാണിച്ചു എന്നും ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടാൽ മാധ്യമങ്ങളും പൊതുജനങ്ങളും ആളുകളും എൻ്റെ കൂടെ നിൽക്കുമോ സാറിൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം എഴുതിയിട്ടുണ്ട്. അതായിരുന്നു അതിൻ്റെ വിഷയം. ഒരു പെണ്ണ്, ഒരു വിവാഹിതനായ കുട്ടിയുള്ള ഒരാൾക്കെതിരെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പോയ ശേഷം ടപേന്നൊരു ആരോപണം ഉന്നയിച്ചാൽ അതിൽ നിന്നും പുള്ളി ഊരി വരുന്നതാണ് അതിൻ്റെ കഥ. അത് മരിച്ചുപോയ സച്ചിയേട്ടനാണ് അതിൻ്റെ കുറേ കാര്യങ്ങളിൽ എന്നെ സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നാണ് അതിൻ്റെ സെക്കൻഡ് ഹാഫും കോടതിയുടെ വാദവും ഏരിയകളും എല്ലാം എഴുതിയിട്ടൊക്കെ ഉള്ളത്. അദ്ദേഹം അഡ്വക്കേറ്റ് ആണല്ലോ, എഴുതിയിട്ടൊക്കെ ഉള്ളത്. അതായിരുന്നു അതിൻ്റെ വിഷയം. പക്ഷേ ഈ ഗാനമേളയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്, തിരക്കേടില്ലാതെ കൂടി ഇവിടുവാണ്. കഴിഞ്ഞ സിനിമകളിലെ എല്ലാ പോരായ്മകളും കലാപരമായ അല്ലെങ്കിൽ സൃഷ്ടിപരമായ പോരായ്മകൾ മാത്രമായിക്കൊള്ളണമെന്നില്ല. ഒരു സിനിമയ്ക്ക് സാങ്കേതികമായ ചുറ്റുപാടുകൾ ഒരുങ്ങണമല്ലോ. ഇപ്പം ഞാൻ പഞ്ചവർണ്ണത്തത്ത എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ അതിൽ നിറയെ ജീവികളുണ്ട്. മണിയമ്പിള്ളേച്ചനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചാക്കോച്ചനും ജയറാമേട്ടനുണ്ട്. ജയറാമേട്ടൻ്റെ ഗെറ്റപ്പ് വേറെയാണ്, ചെവി വേറെയാണ്. ജീവികളുടെ സമയത്ത് ചെയ്യണം. പക്ഷേ ഒരു ബഡ്ജറ്റിൽ അത് നിർത്തണം. ഞാൻ എൻ്റെ പടം ഇപ്പോഴത്തെ പോലെ 100 ദിവസമല്ല, 43 ദിവസം ഷൂട്ട് ചെയ്യുന്നു, 48 ദിവസം കൊണ്ട് ചാർട്ട് ചെയ്യുന്നു. 10 ദിവസം നേരത്തെ ആ പടം തീരുന്നു. റിലീസ് വിചാരിച്ചതിന് 10 ദിവസം മുമ്പ് നേരത്തെ ഇറക്കുന്നു. അപ്പോൾ 10 ദിവസം എന്നൊക്കെ പറയുന്നത് വലിയ ദിവസങ്ങളാണ്. അതിനനുസരിച്ച് അങ്ങനെയുള്ള നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ വരുമല്ലോ, അത് വരും. പിന്നെ നമ്മൾ ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ 2 പടത്തിലും ഒരു തുള്ളി രക്തം കാണിച്ചിട്ടില്ല. ഒരു തുള്ളി രക്തം എൻ്റെ 2 പടത്തിലും കാണിച്ചിട്ടില്ല. അത് എനിക്ക് എൻ്റെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഇടി ഇടിച്ചാൽ ഞാൻ അത്ര ഒഴുകണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ 2ാമത്തെ സിനിമ അതിൻ്റെ കഥാപാത്രവും അയാളുടെ ചുറ്റുപാടും ഒരു ലോ പ്രൊഫൈലുമാണ്. ഇത് വേറെയാണ്. അപ്പം ഞാനത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ടോട്ടൽ തിരക്കഥ 2ാമതെടുത്ത് എങ്ങനെയാണ് ഇതിനെ
കൂടുതലായിട്ട് ബലം വരുന്നത്. അപ്പം നമുക്കൊരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് ഇപ്പം മനുഷ്യന്. നമുക്ക് വാർത്തകൾ കണ്ടും വാർത്തകൾ വായിച്ചും അപകടങ്ങളുടെ വീഡിയോ കണ്ടും കൊലപാതക വാർത്തകൾ കണ്ടും കേട്ടും ഒരു ചെറിയ കല്ലിപ്പ് വന്നിട്ടുണ്ട്. ഒരു ഏക്കുന്നില്ല. മരണം കേട്ടാലും ഒരു വലിയ കൊലപാതകങ്ങളെ കുറിച്ച് കേട്ടാലും എല്ലാം ഇതുണ്ട്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റോറി കണ്ടതാണ് ഈ ഇടയ്ക്ക്. അതായത് പാലസ്തീനിലെങ്ങാണ്ട് നടന്ന യുദ്ധത്തിലെ ഒരു ഭീകരമായ ദൃശ്യം അതിട്ടു, സ്റ്റോറി ആയിട്ട് കിടക്കുന്നു. അത് തട്ടിയാൽ ഒരു 20 മിനിറ്റിനകം മഴയത്ത് കാറിൽ പോവാണ് പുള്ളി. റെയിൻ എന്നൊക്കെ പറഞ്ഞ് മഴയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ആത്മാർത്ഥതയുള്ളൂ ഇതിനെപ്പറ്റി. പ്ലീസ് വാട്ട് ഈസ് ദീസ് എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം 1 മണിക്കൂറിനകം അടുത്ത സ്റ്റോറി മഴയെക്കുറിച്ചും യാത്രയെക്കുറിച്ചും വരികയാണ്. വേണ്ട, ഈ ഒരു ഇത്ര സ്ട്രോങ് ആണ് നമ്മുടെ മനസ്സ്. നമ്മൾ സിമ്പതി എമ്പതി എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് വളരെ നിസ്സാര സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നുണ്ട്. അപ്പം എൻ്റെ കഴിഞ്ഞ സിനിമയൊക്കെ കുറച്ചുകൂടെ എന്താ മൂല്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ അതിന് കുറച്ചുകൂടെ ഡോസ് വേണമെന്നുള്ള ബോധ്യം എനിക്കിപ്പോഴുണ്ട്. ഒരു കൊലപാതകം കാണിച്ചാലും പഴയ പോലല്ല, ഹിറ്റ് പടങ്ങളിലൊക്കെ വെട്ടിക്കടണം, അതിനൊരു ഡോസ് കൂടിയിട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കണം. ഞാൻ അത്ര ഇതാവണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു പണിയാണല്ലോ. അതെ. ഇതാണോ ഒരു ബുദ്ധിമുട്ടുള്ള ഫേസ്? അതാണോ ഈ തുടക്കത്തിൽ ഒരു ഇത്തിരി ലൈം ലൈറ്റിലോട്ട് വരാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ട് കാണുന്നത്? ഞാൻ വരുന്ന കാലത്ത് ലൈം ലൈറ്റിൽ വരവ് വലിയ പാടാണ്. ഇപ്പൊ ലൈം ലൈറ്റിൽ എത്തലെന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പ്രശസ്തനാകാൻ എളുപ്പമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോഷ്ഠി കാണിച്ചാൽ മതി. നിങ്ങളൊരു വെള്ളിയാഴ്ച ദിവസം തിയേറ്ററിൽ സിനിമ റിലീസാകുമ്പോൾ അവിടെ ചെന്ന് നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാകാം. ഒരൊറ്റ റിവ്യൂ എടുത്താൽ മതി. പക്ഷേ നമ്മളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സിനിമയും ടിവിയും, അതിൽ ടിവിയിലൊക്കെ എത്രയോ പ്രൂവ് ചെയ്താൽ ആകെ ആഴ്ചയിൽ അരമണിക്കൂർ ഒരു പരിപാടിയാണ്, കോമഡി പരിപാടിയുള്ളത്. അതിൽ ഓൾറെഡി ആളുകളുണ്ട്. നമ്മൾ അതിനകത്ത് കയറി പറ്റിയെന്ന 10 എപ്പിസോഡ് കഴിഞ്ഞ് നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്ന ഒരവസ്ഥയിൽ എത്താനുള്ള അധ്വാനം വളരെ വളരെ വലുതാണ്. ഇപ്പം നമുക്കൊരു 1 ലക്ഷം 10 ലക്ഷം പേരൊക്കെ തിരക്കിടില്ലാത്തൊരു റീല് നല്ലോണം ചെയ്ത ടക്കെന്നും പറഞ്ഞ് പോപ്പുലർ ആവാൻ പറ്റും. അത് എത്ര നാൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നറിയില്ല. കാരണം എവറി ആർട്ട് ഈസ് എ കണ്ടന്റ്. എല്ലാ കണ്ടന്റും ആർട്ടല്ല. അതാണ് പ്രശ്നം. ഇത് കണ്ടന്റ് എന്നാണല്ലോ ഇവർ വിളിക്കുന്നത്. കണ്ടന്റിന് എന്തുമാകാം. ആർട്ട് കണ്ടന്റ് ആണ്, കണ്ടന്റ് എല്ലാം ആർട്ടല്ല. ആർട്ടിനുള്ള കാലപരിധി കണ്ടന്റ് മാത്രം ചെയ്യുന്ന ഒരാൾക്ക് വരില്ല. അതിനൊരു ആർട്ട് വേണം. സിനിമയിൽ കഥയൊക്കെ കേട്ടിട്ടുണ്ട്, സലീം കുമാർ അതിലൊക്കെ വന്നിട്ട്. പക്ഷെ എനിക്ക് തോന്നിയ പലതിലും പല വിഷമങ്ങളും ഉണ്ടായതും സാധാരണ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുമ്പോൾ, പിന്നെ അയാള് പിച്ചി, ഇയാൾ മാന്തി എന്ന് പറഞ്ഞു നടക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന മാതിരി തോന്നി. പറയാറില്ല.